നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിർണായക പങ്കുണ്ടെന്ന് ബി.ജെ.പി എം പി നിഷികാന്ത് ദുബെ. മുൻപ് ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാതിരുന്ന പല വിഭാഗങ്ങളും ഇപ്പോൾ പാർട്ടിയെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും പല സംസ്ഥാനങ്ങളിലും പാർട്ടി പുതിയ മുന്നേറ്റങ്ങൾ നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പിയുടെ വിജയത്തിന് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മോദി 3-ാം തവണയും പ്രധാനമന്ത്രിയായി. മോദി നമ്മുടെ നേതാവല്ലെങ്കിൽ ബി.ജെ.പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 150 സീറ്റുകൾ പോലും നേടാനാകില്ല. നിഷികാന്ത് ദുബെ പറഞ്ഞത് ഇങ്ങനെയാണ്. മോദി നേതൃത്വത്തിലെത്തിയതോടുകൂടി ബി.ജെ.പിയുടെ അല്ലാതിരുന്ന വോട്ട് ബാങ്ക് കൂടി പാർട്ടിയിലേക്ക് മാറി. പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കിടയിൽ അദ്ദേഹത്തിലുള്ള വിശ്വാസം പാർട്ടിക്ക് ഗുണം ചെയ്തു. താൻ പറയുന്ന ചിലർക്ക് ഇഷ്ടപ്പെട്ടേക്കാം, ഇല്ലാതിരിക്കാം, പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണെന്നും ബി.ജെ.പി എം പി കൂട്ടിച്ചേർത്തു. 2029 തെരഞ്ഞെടുപ്പിലും മോദിജിയുടെ നേതൃത്വത്തിൽ മത്സരിക്കേണ്ടത് ബി.ജെ.പിയെ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ബി.ജെ.പിക്ക് മോദിജിയെ ആവശ്യമുണ്ട്. ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് മോദിയുടെ നേതൃത്വം ആവശ്യമാണെന്ന് താൻ വിശ്വസിക്കുന്നു എന്നും ദുബെ പറഞ്ഞു. വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചല്ല താൻ ഇക്കാര്യങ്ങൾ പറയുന്നത്, മറിച്ച് താഴെത്തട്ടിലുള്ള യാഥാർത്ഥ്യത്തിന്റെ പ്രതിഫലമാണ് താൻ പുറത്തു പറഞ്ഞതെന്നും ദുബെ വ്യക്തമാക്കി. മോദിയുടെ പേര് മാത്രം കൊണ്ട് പാർട്ടിക്ക് വോട്ട് ഉറപ്പാക്കാൻ കഴിയുമെന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെയും ജനങ്ങൾക്ക് അദ്ദേഹത്തിലുള്ള വിശ്വാസത്തിന്റെയും തെളിവാണ്. അദ്ദേഹത്തിന് ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം കാലം 2047 വികസിത ഭാരതം എന്ന നമ്മുടെ ലക്ഷ്യം കൈവരിക്കാൻ മോദിയുടെ നേതൃത്വം ആവശ്യമാണെന്നും ദുബെ പറഞ്ഞു. 75 വയസ്സായാൽ ചുമതലകളിൽ നിന്ന് വിരമിക്കണമെന്നുള്ള RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പരാമർശത്തിൽ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് നിഷികാന്ത് ദുബെയുടെ ഇത്തരത്തിലുള്ള പ്രതികരണം. വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിരമിക്കൽ സംബന്ധിച്ച മോഹൻ ഭാഗവതിന്റെ പരാമർശങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി മോദിജി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലെന്നും ദുബെ പറഞ്ഞു. ബി.ജെ.പിക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ട്. ഒരാൾക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. രാഷ്ട്രീയം പാർട്ടി വ്യക്തിപ്രഭാവത്തിലാണ് പ്രവർത്തിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു. അടുത്ത 15-20 വർഷത്തേക്ക് മോദി നേതാവായി തുടരണമെന്നും ദുബെ മറ്റൊരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ഭാവിയെക്കുറിച്ച് ആളുകൾക്ക് ആശങ്കയുണ്ടാവുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങൾ താഴെത്തട്ടിൽ പ്രവർത്തിക്കുമ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാകൂ. ഞാൻ 2009 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു. പക്ഷേ എൻ്റെ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു, വെറും 6000 വോട്ടുകൾ മാത്രം. സത്യത്തിൽ 6 നിയമസഭാ മണ്ഡലങ്ങളിലും താൻ പരാജയപ്പെട്ടു. ഇത് വിജയിക്കുക എന്നതിലെ വെല്ലുവിളികളുടെ തെളിവാണ് എന്ന് ദുബെ പറഞ്ഞു. ദുബെയുടെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുവോ? നരേന്ദ്രമോദി തുടരണമോ അതോ രാജിവെക്കണമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.